ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു സാധനമാണ് പഴയ മൂവി ക്ലിപ്സ്. പഴയ വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിറ്റായിട്ടുള്ള ഭയങ്കര സെലിബ്രേറ്റ് ആയപ്പെട്ട മൂവീസിൻ്റെ ചില പോർഷൻസ് അല്ലെങ്കിൽ ചില ക്ലിപ്സ് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആവുക, സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിൽ കമൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് കാലം മുന്നേ ആൾക്കാർ കൈയടിച്ച് ആസ്വദിച്ച വിസിലടിച്ച് പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതിനെ ഒന്നും കൂടെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അത് ഒരുപാട് റിഗ്രസീവ് ആയിട്ടുള്ള പേട്രിയാർക്കലായിട്ടുള്ള അണ്ടർടോൺസ് ഉണ്ട്. അത് നമ്മൾ പണ്ട് അത്ര എക്സ്പോഷർ ഇല്ലാത്ത കാരണം നമ്മൾ തിരിച്ചറിയാണ്ട് പോയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ ആൾക്കാർ കൂടുതൽ അവെയർ ആകാൻ തുടങ്ങിയപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്, അതിനെ കൂടുതൽ ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കമൻറ്റ് സെക്ഷനും ഇതേപോലുള്ള റീൽസ്. ഇതിങ്ങനെ പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നമ്മളിതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള റീൽസ് വരുന്നതൊക്കെ അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ലൈക്ക് ഇപ്പൊ നമ്മൾ 90s അല്ലെങ്കിൽ 2000 ആ ഒരു കാലഘട്ടത്തിലെ മലയാളം മൂവീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വുമൺ ക്യാരക്ടറിനെ പോർട്രേ ചെയ്തിരിക്കുന്നത് ഭയങ്കര ഒരു എക്സ്ട്രീം പ്രോബ്ലമാറ്റിക് രീതിയിലാണ്. പക്ഷെ ആ ടൈമിൽ നമ്മളത് കാണുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ടോ ഒരു കോമിക് സീനായിട്ട് നമ്മളത് കണ്ടിട്ടുള്ളൂ. സോഷ്യൽ മീഡിയസിലോ ഇങ്ങനെ ഓരോ മൂവി ക്ലിപ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് മനസ്സിലാവും എത്രത്തോളം നമ്മൾ അന്ന് ഫണ്ണി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഹ്യൂമറസ് രീതിയിൽ നമ്മൾ വിട്ടേച്ച കാര്യം എത്രത്തോളം പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ശരിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാവണത് ജയറാം ആൻഡ് ദിലീപ് മൂവീസാണ്. കൂടുതലും സോഷ്യൽ മീഡിയയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും അവരുടെ മൂവീസാണ്. ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജയറാമിൻ്റെ വെറുതെ ഒരു ഭാര്യ, അതിൽ ജയറാമിനെ ഏറെക്കുറെ പ്രോബ്ലമാറ്റിക് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ഇൻ ദി എൻഡ് പുള്ളി തന്നെയാണ് ഹീറോ. ആ പടത്തിലെ പുള്ളിയുടെ ഭാഗത്ത് ന്യായം പോലെയാണ് കാണിക്കുന്നതും. സോ അതിൽ പുള്ളി വൈഫിൻ്റെ അടുത്ത് കാണിക്കുന്ന ഡൊമസ്റ്റിക് ആയിട്ടുള്ള അബ്യൂസൊക്കെ ഒരു തരത്തിൽ ഗ്ലോറിഫൈഡ് ആണ്. അതേപോലെ തന്നെ ജയറാമിൻ്റെ വേറൊരു പടമാണ് ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് തോന്നുന്നു ആ സിനിമയുടെ പേര്. അതിലാണെങ്കിലും ഭാര്യ കൂട്ടുകുടുംബത്തിൽ വന്നു നിൽക്കുന്ന ഭാര്യ എന്തെങ്കിലും അവരുടെ ആക്ച്വലി ന്യായമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ ഭയങ്കര അഹങ്കാരിയായി പൊട്രേ ചെയ്യലും, ഒരു ഫെമിനിസ്റ്റ് വ്യൂ കൊണ്ടുവരുന്ന ഏത് വിമൻ ക്യാരക്ടറിനെയും സിനിമയിലൊക്കെ പൊട്രേ ചെയ്തിരുന്നത് ഭയങ്കര അഹങ്കാരി അല്ലെങ്കിൽ ബാഡ് അല്ലെങ്കിൽ ഈവിൽ രീതിയിലാണ്. അതൊക്കെ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, ഓക്കെ ശരിക്കും ഇവരായിരുന്നു ശരി, ഇവരെയാണ് നമ്മൾ അന്നേരം വില്ലത്തിയായി കണ്ടിരുന്നതെന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് മിസ്റ്റർ മരുമകനും പറയാം, ഒരു ദിലീപിൻ്റെ മൂവി. അതിൽ അഹങ്കാരിയായ സനുഷേനെ അടിച്ചു നേരെയാക്കുന്ന ദിലീപ് എന്ന നായകനെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് ഫിലിംസ് ഉണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ആ മൂവി നമ്മൾ ടി വിയിൽ വരുമ്പോൾ നമ്മൾ റീവാച്ച് ചെയ്യുമ്പോൾ നമുക്കതിലെ പ്രോബ്ലമാറ്റിക് രംഗങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ പഴയ മൂവീസിലൊക്കെ ഇങ്ങനത്തെ സ്റ്റോക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അന്ന് ആ ടൈമിലൊക്കെ നമ്മളത് ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്തൊരു കാര്യമായിട്ട് നമുക്ക് കാണാം. ലൈക്ക് ഇപ്പൊ ഒരാള് ഒരു പെണ്ണിന്റെ പിറകെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് പോകുന്നു, എന്താ കാര്യങ്ങളൊന്നും അറിയാതെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യും. പക്ഷെ പുള്ളിക്കാരത്തിക്ക് അതിൽ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയാൽ പോലും നമുക്കത് ഭയങ്കരമായിട്ടും ആ ഒരു ഫിലിമിൽ കാണിക്കുന്നത് ഭയങ്കരമായിട്ട് റൊമാൻറ്റിസൈസ് ആയിട്ടുള്ള ഒരു സീനാണെന്നുള്ള രീതിക്കാണ്. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ അത് എത്രത്തോളം പ്രോബ്ലമാറ്റിക് ആണ്, ലൈക്ക് അത് എത്രത്തോളം ഒരു വുമൺ എന്ന രീതിക്ക് അവർക്ക് എത്രത്തോളം അത് എഫക്റ്റ് ആയിരിക്കാം. ലൈക്ക് ഇപ്പൊ ഉയരെ എന്നുള്ള സിനിമ നോക്കുകയാണെങ്കിൽ അതിലിങ്ങനെ ആസിഫ് അലിയുടെ ക്യാരക്ടർ പറയുന്നത് ആ ഒരു പെൺകൊച്ചിനെ ഭയങ്കരമായിട്ട് കൺട്രോളിങ്, വരച്ച വരെ നിർത്തണം, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ പണ്ടത്തെ ഒരു മെന്റാലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ പണ്ടത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അപ്പൊ വിചാരിക്കും പുള്ളിക്കാരന് ചെയ്യുന്നതൊക്കെ ശരിയാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ആൾക്കാരുടെ മൈൻഡിലോട്ട് അത് എത്തിക്കുകയാണ്. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് നമുക്കത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം അത് റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഈ പറഞ്ഞ സ്റ്റോക്കിംഗ് ആണെങ്കിലും ശരിയാണ്, പണ്ടൊക്കെ അത് ഭയങ്കര ഒരു ഹീറോയിക് ട്രെയ്റ്റ് ആയിട്ട് കാണിക്കുന്ന ഒരുപാട് സിനിമകൾ നമുക്ക് എണ്ണി പറയാൻ പറ്റാത്തത്ര സിനിമകളുണ്ട്. ഇപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ട്രെയ്റ്റുകളൊക്കെ, ഇപ്പോൾ ആ ടോക്സിക് എന്നുള്ള വാക്ക് തന്നെ പണ്ട് തൊട്ടേ ഉള്ളൊരു ഇംഗ്ലീഷ് പദമാണെങ്കിൽ ഇപ്പോഴാണ് ആൾക്കാർക്ക് അത് കൂടുതലും ഫെമിലിയർ ആവാൻ തുടങ്ങിയത്. അതിൽ പേട്രിയാർക്കി ആയിക്കോട്ടെ, ടോക്സിക് അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ്സും ഇതൊക്കെ ഫെമിലിയർ ആകാനായിട്ട് സോഷ്യൽ മീഡിയക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പോൾ പേട്രിയാർക്കലായിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരുപാട് മലയാളം സിനിമകൾ, ഒരുപാട് നല്ല മോസ്റ്റ് ഓഫ് ദ മലയാളം ഫിലിംസ് പേട്രിയാർക്കൽ തന്നെയായിരുന്നു. ഇപ്പോഴാണ് പക്ഷെ നമുക്കത് റിയലൈസ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഇപ്പോൾ വേഷം സിനിമ ഭയങ്കര ഹിറ്റ് സിനിമയായിരുന്നു. ഭർത്താവിന് താഴെ ആയിരിക്കണം സ്ത്രീ എന്ന് പറയുന്ന ഡയലോഗ്സൊക്കെ ഉണ്ട്. അതൊക്കെ പണ്ട് നമ്മൾ കേട്ട് ആസ്വദിച്ചിരുന്ന അല്ലെങ്കിൽ നമുക്കത് കാണുമ്പോൾ പണ്ട് ഒട്ടും പ്രോബ്ലമാറ്റിക് അല്ലായിരുന്നു എന്ന് തോന്നി. പക്ഷെ ഇപ്പോഴാണ് നമ്മളതൊക്കെ റിയലൈസ് ചെയ്യുന്നത് എത്രത്തോളം റിഗ്രസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പറയുന്നതെന്ന്. അതേപോലെ ഇപ്പോൾ കൂടുതൽ ചേഞ്ച് വരുന്നുണ്ട്. അതിൽ
ഇപ്പോൾ എടുത്തു പറയാനായിട്ടാണെങ്കിൽ ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സിലാണെങ്കിൽ ടോക്സിക് അല്ലെങ്കിൽ ഒരു പേട്രിയാർക്കൽ മാനായിട്ട് അതിൽ തന്നെ പറയുന്നുണ്ട് കംപ്ലീറ്റ് മാൻ എന്നുള്ള രീതിയിൽ പറയുന്നത് ഫഹദ് ഫാസിലിനെയാണ്. പക്ഷേ ഫഹദ് ഫാസിൽ ആ സിനിമയിലെ വില്ലനാണ്, നായകനല്ല. അതേപോലെ തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലുള്ള സിനിമകൾ ഒരു സ്ത്രീകൾ അനുഭവിക്കുന്ന പേട്രിയാർക്കി കാരണം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയും ഒക്കെ ആ ഒരു ഫിലിമിൽ കൂടെ പറയുന്നുണ്ട്. സോ പണ്ടത്തെ ഒരു രീതി വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് ഫിലിംസ് ആയിക്കോട്ടെ നമ്മുടെ ചിന്താഗതി ആയിക്കോട്ടെ രണ്ടും ഒരുപോലെ ഇവോൾവ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളത് വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് ഓരോ ഫിലിംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ കുറെ റേപ്പ് ജോക്സ് ലൈക്ക് വുമണിനെതിരെ കുറെ റേപ്പ് ജോക്സ് ഒക്കെ നടക്കുന്നുണ്ട്. അവര് പണ്ട് ലൈക്ക് ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് ശൃംഗാരവേലനില് ലാലിന്റെ ക്യാരക്ടർ ചെയ്യുന്നത് അവരൊരു എന്താ പറയുക ഒരു 13 വയസ്സായി റേപ്പ് ചെയ്യുന്നു, അങ്ങനെ ഒരു ചെറിയ റേപ്പ് കേസ് അങ്ങനത്തെ ചെറിയൊരു കാര്യം ഒരു ഫൺ എന്ന രീതിക്ക് അവരെന്തോ തള്ളി മാറ്റുകയാണ്. അത് ആരും ആ ടൈമിൽ സീരിയസ് ആയിട്ട് എടുക്കുക അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒരു റേപ്പ് ജോക്ക് പോലെ അങ്ങനെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്നത്തെ കാലത്താണെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ജോക്ക് ഉണ്ടാക്കിയാൽ തന്നെ ആ ഒരു ഫിലിം മേക്കറിന് അത് വളരെയധികം എഫക്റ്റീവ് ഉള്ള ഒരു കാര്യമായിട്ട് മാറും. പോരാഞ്ഞിട്ട് ഇപ്പൊ പണ്ടെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ലൈക്ക് ഈ ഒരു ഫിലിം മാത്രമല്ല ഒരുപാട് ഫിലിംസ് ലൈക്ക് ഇങ്ങനെ വുമണിനെതിരെ ഒരു റേപ്പ് ജോക്ക് ഉണ്ട്, ചുമ്മാ ഒരു ഹ്യൂമർസ് ആ ഒരു കോമിക് എലമെന്റ് കിട്ടാൻ വേണ്ടിട്ട് ഒരു റേപ്പ് ജോക്കാണ് പണ്ടും കൂടുതൽ ആൾക്കാരുടെ ഡയറക്ടേഴ്സും അവരിറക്കുന്നത്. ഇപ്പൊ മായാമോഹിനി സിനിമ എടുക്കുകയാണെങ്കിൽ ദിലീപ് എന്നുള്ള ഒരു ക്യാരക്ടർ ഒരു ആൺവേഷത്തിൽ നിന്ന് പെൺവേഷത്തിലോട്ട് മാറുന്നതായി നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു പെൺവേഷത്തിലോട്ട് മാറുമ്പോൾ അവരുടെ എത്രത്തോളം സെക്ഷലി ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ട് അതിൽ കാണപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അവരുടെ ഭയങ്കര സെക്ഷൽ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുക, അവരുടെ ഓരോ മൂവ്മെന്റ്സിനും ഭയങ്കരമായിട്ട് സെക്ഷലൈസ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് ആ ഫിലിമിൽ കാണാൻ പറ്റും. ഒരു പ്രോബ്ലമാറ്റിക് രീതിയിലല്ല അവരത് പ്രസന്റ് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു കോമിക് എലമെന്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് അവരത് പോർട്രേ ചെയ്തിരിക്കുന്നത് ആ ഒരു ക്യാരക്ടറിനെ. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഫിലിം മേക്കേഴ്സ് ഇങ്ങനത്തെ ഒരു മൂവി എടുക്കുകയാണെങ്കിൽ പോലും അവർക്ക് അതിന് കുറെ ട്രോൾസും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അവര് അതിനനുസരിച്ചിട്ട് മാറാനേ നോക്കത്തുള്ളൂ. അതെ, സോഷ്യൽ മീഡിയ ട്രോൾസ് ഒക്കെ ഭയന്നിട്ട് ആൾക്കാർ സ്വയം അക്കൗണ്ടബിൾ ആകും. അതായത് ക്രിയേറ്റേഴ്സ്, സ്റ്റോറി റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അവരുടെ വർക്കിനെ കുറച്ചും കൂടെ അക്കൗണ്ടബിൾ ആയിട്ട് അവർ ചെക്ക് ചെയ്യും. നമ്മൾ റിഗ്രസീവായിട്ടൊന്നും പറയുന്നില്ലെന്ന്. ഇങ്ങനെ എന്തെങ്കിലും റിഗ്രസീവായിട്ടുള്ള കോണ്ടന്റിനൊക്കെ അല്ലെങ്കിൽ കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിനിമാസിൽ എന്തെങ്കിലും സീൻസോ അല്ലെങ്കിൽ ഡയലോഗ്സോ ഒക്കെ വരുമ്പോൾ തന്നെ ട്രോള് കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ ക്രിയേറ്റേഴ്സ് അക്കൗണ്ടബിൾ ആവുന്നതിനൊപ്പം തന്നെ അവർ കൂടെ സെൽഫ് ചെക്കും ചെയ്യും. ഇത് ആരെ ഒഫെൻസീവ് അല്ലല്ലോ എന്നുള്ള രീതിയിൽ അവർക്ക് ട്രോള് വന്ന് ക്യാൻസൽ ചെയ്യപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയെങ്കിലും അവരുടെ കോണ്ടന്റ് നല്ലതാക്കാൻ അവർ ശ്രമിക്കും. ഇൻ കേസ് എന്തെങ്കിലും റിഗ്രസീവ് ആയിട്ടൊരു കോണ്ടന്റ് വന്നു കഴിഞ്ഞാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ അതിനെപ്പറ്റി അപ്പം തന്നെ ചർച്ചകൾ വരും, പിന്നെ അത് ന്യൂസിലേക്ക് പോകും. പണ്ടത്തെ പോലെ അത്രയും റിഗ്രസീവ് കോണ്ടന്റ്സ് ഇപ്പം ഇല്ലാത്തതിൻ്റെ മെയിൻ കാരണം അതായിരിക്കാം. ആൻഡ് നമ്മുടെ സൊസൈറ്റി വളരെ അവരുടെ മൈൻഡ് സെറ്റിൽ ഇമ്പ്രൂവ് ആയതും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം.